നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ? അതായത് കുഞ്ഞുനാളിൽ മുതൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. ഓ അത് ശരി. അപ്പൊ എങ്ങനെ ഈ പാട്ടിനോടുള്ളൊരു ഇഷ്ടം വന്നത്? അത് രണ്ടുപേർക്കും എങ്ങനെ ഒരേ ഒരു ഇഷ്ടം വന്നു? രണ്ടുപേരും ഇങ്ങനെ അച്ഛനാവാം അങ്ങനെയൊക്കെ ഒരു ബ്രദേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എങ്ങനെയാണ്? ഇരട്ട കുട്ടികളാണോ? അല്ല, ഇരട്ടകളല്ല. ഞങ്ങൾ 3 ആമക്കളാണ്. മൂത്ത ഞാൻ, രണ്ടാമത്തെ 3 വയസ്സ് വ്യത്യാസമുണ്ട്. വിപിൻ ഫാദറും വിനിൽ ഫാദറും. ഇളയാള് വിമൽ. എല്ലാം വീലാണ്. ഞാനൊരു CMI സഭാംഗമാണ്. CMI സഭയുടെ കൊച്ചി തിരുഹൃദയ രാജഗിരി പ്രൊവിൻസിലെ ഒരു അംഗമാണ്. ഇപ്പോൾ ഒരു കൊച്ചു പള്ളിയുണ്ട്, പള്ളിയിലെ വികാരീച്ചനായിട്ടും പിന്നെ ഒരു എയ്ഡഡ് സ്കൂളുണ്ട്, സെന്റ് തെരേസസ് ഹൈസ്കൂൾ മണപ്പുറം, അവിടുത്തെ അധ്യാപകനായിട്ട് സേവനം ചെയ്യാണ്. ഞാൻ ഒരു ക്ലരീഷ്യൻ വൈദികനാണ്, CMF. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം വരാൻ സാധിച്ച് വളരെ സന്തോഷമായിട്ട് കണക്കാക്കിയാണ്. സൂപ്പർ അമ്മയും മകളും. അപ്പൊ ഞങ്ങളുടെ ക്ലരീഷ്യൻ സഭ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ മക്കളെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളും അമ്മയുടെ മക്കളാണ്. അപ്പോൾ ഒരു കണക്ഷൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ല. നിങ്ങൾ എപ്പോ പാട്ട് പഠിച്ചു? പാട്ട് ശരിക്കും പറഞ്ഞാൽ പഠിച്ചിട്ടില്ല. ഉള്ളിലുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോ 10ാം ക്ലാസ് വരെ ഉള്ളത് പറയാലോ. 10ാം ക്ലാസ് വരെ ഒരു സ്റ്റേജിൽ കയറി ഒന്നും പാടാനായിട്ട് അവസരം കിട്ടില്ല. സെമിനാരി ചേർന്ന ശേഷമാണ് കിട്ടിയിട്ടില്ല. അപ്പൊ സെമിനാരി ചേരാൻ നേരത്ത് നമുക്ക് ഈ കൊയറിലൊന്ന് കയറി പറ്റണം. പക്ഷെ ആദ്യമൊന്നും പറ്റിയില്ല. താളത്തിന്റെ പ്രശ്നം, സൗണ്ടൊക്കെ അങ്ങനെ ആദ്യം ഇതുണ്ട്, ഒരു സെലക്ഷനൊക്കെ ഉണ്ട്. അതിലൊന്നും പറ്റിയില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പറ്റിയത്. പക്ഷെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കുക എന്നത്. ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അത്യാവശ്യമൊക്കെ നമ്മൾ താളമൊക്കെ ശരിയാക്കി അത്യാവശ്യമൊക്കെ ഓക്കെ. അപ്പോൾ അവർ പറയും കുഴപ്പമില്ലാതെ പാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ചില അവസരം കിട്ടിയ അവസരങ്ങളൊക്കെ രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഈ അവധിക്കൊക്കെ വരുമ്പോൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഒരുമിച്ചൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പഠിക്കണമെന്ന് ഇങ്ങനെ ഒരു എത്തിപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചു. ഈ പാട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ആദ്യത്തെ പാട്ട് ഒരുമിച്ച് പാടിയ ആദ്യത്തെ പാട്ടാണ്. എന്തായാലും നിങ്ങളുടെ ഒരു ക്രിസ്മസ് സന്ദേശം നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കുട്ടികൾക്കും അമ്മമാർക്കും എന്താണ് ഫാദർ കൊടുക്കാനുള്ളത്? അമ്മമാര് അത് പറയാതിരിക്കും. ഇപ്പൊ ഞങ്ങളിപ്പോ 2 അച്ഛന്മാര് ആയിട്ടുണ്ടെങ്കിൽ ബലിപീഠത്തിൽ ഇങ്ങനെ ബലിയർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ, കുറവുകളുള്ള ബലഹീനരാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെന്നതാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നൊരു കാര്യമുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കർത്തൃസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പേരൻസ് ഉണ്ടാകുക, മാതാപിതാക്കളുണ്ടാകുക, അമ്മയുണ്ടാകുക മക്കളുടെ ഭാഗ്യമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രിയപ്പെട്ട അപ്പച്ചനുണ്ട്, ഒരു അമ്മച്ചിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിനെ പറ്റി പറയുമ്പോൾ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ നിന്ന് പോകേണ്ട ഒരു അമ്മച്ചിയായിരുന്നു. ബ്രെയിനിലൊക്കെ ഒരു ട്യൂമറൊക്കെ വന്ന് വല്ലാണ്ട് തളർന്നു പോയ അവസ്ഥയുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അമ്മച്ചി നേരത്തേക്കാളും എനർജിയായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വേണം അമ്മേനെ. കാരണം ഞങ്ങൾക്ക് നിൽക്കണമെങ്കിൽ, ആ ഒരു സ്പിരിറ്റിൽ ഞങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ഒരു കഴിവുകൊണ്ടൊന്നുമല്ല, കുറവുകളേറെയുള്ള ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെയാണ്. അത് സമയത്ത് എനിക്ക് തോന്നുന്നത് എല്ലാ അമ്മമാരെയും ഓർക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ക്രിസ്മസ്, കരുതലിൻ്റെ ഒരു ക്രിസ്മസ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ 6 വർഷം മുമ്പാണ്. 1 വർഷം കൂടി ജീവിച്ചിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ആ അവസരത്തിലൊക്കെ ഇനി 1 വർഷം കൂടി മാത്രമേ അമ്മയെ കാണാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഞാൻ എല്ലാവരോടായിട്ട് ഷെയർ ചെയ്യാണ്, അമ്മ വിളിച്ചിട്ട് ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം. ഈ അമ്മ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തിരക്ക് കാരണമൊക്കെ ഫോൺ എടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് സംസാരിച്ച് വെക്കുന്നു. അപ്പം അതൊക്കെ ദൈവം എനിക്കൊരു വല്ലാത്തൊരു കുറ്റബോധമാണ്. അപ്പോൾ അമ്മയും മകളും എന്നുള്ള പ്രോഗ്രാം കാണുമ്പോൾ, ശ്രവിക്കുമ്പോഴൊക്കെ മക്കൾക്ക് വരേണ്ട ഒരു വിചാരമാണ്, അമ്മയായിക്കോട്ടെ അപ്പനായിക്കോട്ടെ എപ്പോൾ വിളിച്ചാലും ആ ഫോണ് ഞാൻ എവിടെയാണെന്ന് അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത്. എവിടെ എത്തിയോ, സേഫ് ആണോ, അങ്ങനെ ഒരു 1-2 സംസാരങ്ങൾ അമ്മമാർ സംസാരിക്കുള്ളൂ. പക്ഷെ അതെടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ അവർ വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ഫോൺ കോളൊക്കെ എടുത്ത് അവർ സ്നേഹം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ എല്ലാവരും ഈ ഒരു മെസ്സേജ് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? യെസ്. അപ്പോ ക്രിസ്മസ് ആണ്, കേക്ക് കട്ടിംഗ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം. അപ്പൊ നമ്മൾ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിൽ എല്ലാവരും ജോയിൻ ചെയ്ത് നമ്മളൊരു കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവാണ്. റെഡിയല്ലേ? യെസ്. അപ്പൊ കേക്ക് വരട്ടെ. എന്തായാലും ലോകമെമ്പാടുമുള്ള നമ്മുടെ അമൃത TV പ്രേക്ഷകർക്ക് സൂപ്പർ അമ്മയും മകളുടെയും വക ഒരു വലിയ മെരി 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 ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.